പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. ഇതിനിടെ 2000 രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമോ എന്നാണ് ഉപഭോക്താക്കൾ ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേരാണ് നിലവിൽ 2000 രൂപ പ്രതിമാസ പെൻഷനായി വാങ്ങുന്നത്. ഇതിൽ 26.62 ലക്ഷം പേരുടെ അക്കൗണ്ടുകളിൽ തുക എത്തുകയും ബാക്കിയുള്ളവരുടെ വീടുകളിലെത്തി നേരിട്ട് തുക കൈമാറുകയുമാണ് ചെയ്യുന്നത്. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴി വിതരണം ചെയ്യും. അതേസമയം ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുക എന്നത് യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ഇതുടനെ നിറവേറ്റുമെന്നും കാലതാമസം ഉണ്ടാകില്ലെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ അറിയിച്ചു. പെൻഷൻ 3000 രൂപയാക്കുമെന്നത് എൽ.ഡി.എഫിന്റെ വാഗ്ദാനം പോലെ ആയിരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എൽ.ഡി.എഫ് 2500 രൂപയാക്കുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. ആദ്യ എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലാവധി തീരാനിരിക്കെയാണ് 1500 രൂപയുള്ളത് 100 രൂപ കൂട്ടിയത്. അതിൽ നിന്ന് 2000 ഉയർത്തിയത് രണ്ടാം എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലാവധി തീരാനിരിക്കെയാണ്. അത്തരമൊരു കാലതാമസം യു.ഡി.എഫ് വരുത്തില്ലെന്നാണ് സതീശൻ പറഞ്ഞത്. ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങളിൽ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അനർഹരായ ചില ആളുകളും പദ്ധതിയിലുണ്ടെന്നും അർഹരെ ഉൾക്കൊള്ളാനും അനർഹരെ ഒഴിവാക്കാനുമായി ഒരു സംവിധാനം സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.